ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചെയ്യാൻ പോകുന്ന ബേസ് മോഡൽ ബ്രസ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ആ വണ്ടിയിൽ നമ്മൾ വളരെയധികം വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. വർക്കവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ആദ്യം തന്നെ ഈ സ്റ്റിയറിങ് നമ്മൾ മാറുന്നുണ്ട്. സ്റ്റിയറിങ് മാറിയിട്ട് നമ്മൾ ഫുൾ ഓപ്ഷൻ്റെ സ്റ്റിയറിങ്ങാണ് വെക്കുന്നത്. സ്റ്റിയറിങ് കൺട്രോൾ ഉള്ളൊരു സ്റ്റിയറിങ് വെക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ സ്റ്റീരിയോ നല്ലൊരു സ്റ്റീരിയോ, ഇപ്പോൾ സ്റ്റീരിയോ ഇല്ലാത്തൊരു മോഡലാണ് ഈ വണ്ടി. ഇതിൽ 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ഇല്ലാത്ത സാധാരണ ബേസ് മോഡൽ വണ്ടിയാണ്. അതിലത്തെ സ്റ്റിയറിംഗ് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അത് നമ്മൾ മാറ്റിയിട്ട് ഫുൾ ഓപ്ഷൻ്റെ സ്റ്റിയറിംഗ് ആണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ബേസ് മോഡൽ വണ്ടി എന്ന് പറയുമ്പോൾ അതിൽ ആംറെസ്റ്റ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ബാക്കിലെ സീറ്റിൽ ഹെഡ് റെസ്റ്റ് ഉണ്ടാവില്ല. പ്ലെയിൻ ആയിരിക്കും, ബാക്കിലെ സീറ്റിൻ്റെ ചാരുഭാഗം പ്ലെയിൻ ആയിരിക്കും, അതിൽ ഹെഡ് റെസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ നമ്മുടെ ഹെഡ് റെസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആംറെസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിലേക്ക് ഒരു ക്യാമറ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം വയ്ക്കുമ്പോൾ ഒരു ക്യാമറ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, റൂഫ് റെയിൽ, വണ്ടിക്ക് റൂഫ് റെയിൽ ഭയങ്കര ഷോ വരുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ ഈ വണ്ടിക്ക് റൂഫ് റെയിൽ വരുന്നില്ല. അതേപോലെ തന്നെ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു ഫ്രെയിം വേണം. ഈ ഫ്രെയിം നമുക്ക് ഗ്ലോസി ടൈപ്പും വരുന്നുണ്ട്, സാധാരണ മാറ്റ് ഫിനിഷും വരുന്നുണ്ട്. അപ്പോൾ ഈ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം, ഏത് വണ്ടിക്ക് 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം വെക്കണമെങ്കിൽ ഇതേപോലെ ഒരു ഗ്ലോസി അല്ലെങ്കിൽ മാറ്റൊരു പാനൽ വേണം. പിന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നൊരു സ്പീക്കറാണ് JBLൻ്റെ 6.5ൻ്റെ ഒരു സ്പീക്കർ. അത് കോമ്പണൻ്റ് സ്പീക്കറാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത, എനിക്ക് ട്യൂട്ടർ സെപ്പറേറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു നെറ്റ്വർക്കും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സിസ്റ്റം സ്നാപ്ട്രോണിക്സിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ അടിപൊളിയായിട്ടുള്ളൊരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഹോൺ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് ഫോഗ് ലാമ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഫുൾ വർക്ക് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റിയറിംഗ് മാറ്റണമെങ്കിലും അതല്ലെങ്കിൽ സ്റ്റീരിയോ ആഡ് ചെയ്യണമെങ്കിൽ ഇതിനൊന്നിനും നമുക്ക് വയർ കട്ടിങ് വരുന്നില്ല. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് ആണ്. അത് മാത്രമല്ല ജെന്യൂൻ പാർട്ടാണ് കേട്ടോ. നമ്മളിത് ശരിക്കും മാരുതിയുടെ ഒറിജിനലാണ്, കപ്ലർ ഇട്ടിട്ടുള്ള ഫിറ്റിങ്സ് ആണ്. ഇതിൻ്റെ എല്ലാം കപ്ലറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സാധനം ഊരുന്നു, പഴയ സ്റ്റിയറിംഗ് നമ്മൾ ഊരി ഈ സ്റ്റിയറിംഗ് അതിലേക്ക് വെക്കുന്നു, അതിൻ്റെ ഹബ്ബും കാര്യങ്ങളും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നു, ഒക്കെ കപ്ലർ ഇട്ടിട്ട് ചെയ്യുന്നു. ഇത് മാരുതിയുടെ ജെന്യൂൻ പാർട്ടാണ്, അല്ലാണ്ട് സെപ്പറേറ്റ് വേറെ കമ്പനിയുടെ വാങ്ങിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതല്ല. ഇതാകുമ്പോൾ ഫുൾ ഓപ്ഷനിൽ വരുന്ന സ്റ്റിയറിംഗ് ആണ്. ഇത് നല്ല ഷോ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഫുൾ ബ്ലാക്കിൽ സാധാരണ വരുന്നൊരു സ്റ്റിയറിംഗ് ആണ്. അതേപോലെ അതിന്മേൽ കൺട്രോൾസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോളും അതേപോലെ തന്നെ ബാക്കി കൺട്രോൾസ് ഫുള്ള് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത വീണ്ടും ഞാൻ പറയണത്, യാതൊരു കാരണവശാലും വയർ കട്ടിങ് അങ്ങനെയുള്ളൊരു പ്രശ്നം ഇതിന് വരുന്നില്ല. അതേ മാത്രമല്ല, ഇത് ഒറിജിനൽ തന്നെ മാരുതിയുടെ ഒറിജിനൽ പാർട്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കപ്ലറും കാര്യങ്ങളൊക്കെ ഇതാണ് വേണ്ട. അതിന് കറക്റ്റായിട്ട് പ്ലഗിങ് സിസ്റ്റമാണ്. മെയിൽ ഫീമെയിൽ കപ്ലർ വെച്ചിട്ടുള്ള പ്ലഗിങ് ആണ്. ഇപ്പോൾ നമ്മൾ 9 ഇഞ്ചിൻ്റെ ഈ ഫ്രെയിം എന്ന് നേരത്തെ പറഞ്ഞിരുന്ന ആ ഫ്രെയിമിലേക്ക് നമ്മളിത് സിസ്റ്റം നമ്മുടെ സ്നാപ്ട്രോണിക്സിൻ്റെ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കുന്നതാണ്. ഏത് വണ്ടിക്കും നമുക്ക് 9 ഇഞ്ചിൻ്റെ സിസ്റ്റം ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിന് സെപ്പറേറ്റ് കപ്ലർ വേണം. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന വേറൊരു ഐറ്റം കൂടി ഉണ്ട്. നമ്മൾ 2 ഡോർ സ്പീക്കറല്ല, 4 ഡോർ സ്പീക്കറാണ് നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ കോമ്പണൻറ്റ് JBLൻ്റെ കോമ്പണൻറ്റും അതേപോലെ തന്നെ കൊയാക്സിൽ സ്പീക്കറും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ കോമ്പണൻറ്റ് സ്പീക്കറിൻ്റെ പ്രത്യേകത, ട്യൂട്ടർ സെപ്പറേറ്റ് ആണ് വരാം. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു നെറ്റ്വർക്കും ഉണ്ടാവും. ആ നെറ്റ്വർക്കും ഇല്ലാത്ത കോമ്പണൻറ്റ് സ്പീക്കർ വരുന്നുണ്ട്, അത് അത്രയ്ക്ക് വർക്കിംഗ് ഉണ്ടാവില്ല. അപ്പോൾ കോമ്പണൻറ്റ് സ്പീക്കർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് സെപ്പറേറ്റ് ഉള്ളത് നോക്കി തന്നെ ചെയ്യണം, എന്നാലേ അതിന് കറക്റ്റ് വർക്കിംഗ് കിട്ടുള്ളൂ. അതേപോലെ ട്യൂട്ടർ ഞാൻ ഒന്ന് എടുത്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ ട്യൂട്ടർ വരുന്നത്. ഇത് JBLൻ്റെ ഒറിജിനൽ കോമ്പണൻറ്റ് സ്പീക്കറിൻ്റെ കൂടെ വരുന്ന ട്യൂട്ടറും അതേപോലെ തന്നെ ഒരു നെറ്റ്വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതാണ് അതിൻ്റെ നെറ്റ്വർക്ക് വരുന്നത്. സ്റ്റീരിയോ എന്ന് വരുന്ന കണക്ഷൻ നേരിട്ട് ഇതിൻ്റെ ഇൻപുട്ടിലേക്കാണ് കൊടുക്കുക. ഈ യൂണിറ്റ് ഇത് നെറ്റ്വർക്ക് എന്ന് പറയുക. ഇന്ന് എഴുതിയാലേക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കും. അതിൽ നിന്ന് വൂഫറിലേക്കും ട്യൂട്ടറിലേക്കും സെപ്പറേറ്റ് കണക്ഷനാണ് വരിക. കറക്റ്റായിട്ട് വേണ്ട. ഇതിലൊന്നിനും വയർ കട്ടിങ്ങോ അങ്ങനെയുള്ള യാതൊരു വക പ്രശ്നങ്ങളും വരുന്നില്ല കേട്ടോ. ഇതിന് സെപ്പറേറ്റ് വയറാണ് വരുന്നത്. ആ വയറായി നമ്മുടെ കമ്പനി വരുന്ന സ്പീക്കർ വയർ ഇതിലേക്ക് കൊടുക്കും. ഇതിൽ നിന്ന് 2 ട്യൂട്ടറിലേക്ക് അതേപോലെ വൂഫറിലേക്കുള്ള ഇൻപുട്ട് ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കുകയും ചെയ്യും. ആ കറക്റ്റ് വർക്കിംഗ് ആയിരിക്കും.
അതേപോലെ തന്നെ സ്റ്റീറിങ് നമുക്ക് പഴയ സ്റ്റീറിങ് ഒന്ന് കാണാമെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റീറിങ് എല്ലാം മാറ്റി, ഇതാണ് പഴയ സ്റ്റീറിങ് വരുന്നത്. പഴയ സ്റ്റീറിങ് മാറ്റി നമ്മളിത് വണ്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, സീറ്റിൽ വെച്ചേക്കണു. അപ്പോൾ പഴയ സ്റ്റീറിങ്ങിൻ്റെ പ്രത്യേകത അറിയാം, അതുമായി യാതൊരുവിധ കൺട്രോൾസും ഇല്ല, വെറുതെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളൊരു ഇതാണ്. ഇപ്പോൾ കണ്ട സ്റ്റീറിങ് ഊരിയിട്ടുള്ള ഭാഗമാണ് കാണിക്കുന്നത്. അതിൽ നമ്മുടെ സ്വിച്ചുകൾ മാത്രമേ അതിലുള്ളൂ, നമ്മുടെ വൈപ്പറിൻ്റെ സ്വിച്ചും അതേപോലെ തന്നെ ഈ സൈഡിൽ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകളും. അപ്പോൾ ഫുള്ള് സാങ്കേതിക ഊരിയിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. അത് യാതൊരുവിധ വാറണ്ടി കട്ടിങ്ങോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും നമുക്ക് ഇതിൽ വരുന്നില്ല. അതാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് പലർക്കും പേടിയാണ്. ഇഷ്ടംപോലെ വണ്ടിയിൽ നമ്മൾ സ്റ്റീറിങ് മാറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സിസ്റ്റം ഫിറ്റ് ചെയ്യണമെങ്കിലും അതായത് സ്പീക്കർ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നിനും വയർ കട്ടിങ് വരുന്നില്ല. ഒക്കെ കപ്ലറിൻ്റെ മെയിൽ ഫീമെയിൽ കപ്ലറിട്ടുള്ള ഫിറ്റിങ്സാണ്. ഇത് JBLൻ്റെ കോമണൻ്റ് സ്പീക്കറാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഹാർമൻ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് കേട്ടോ. ഇപ്പോൾ JBL ഹാർമൻ്റെ കയ്യിലാണ്. നല്ല അടിപൊളിയായിട്ടുള്ള മറ്റേ ഫോഗ് ലാമ്പ് നമ്മളതിൻ്റെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫോഗ് ലാമ്പ് കമ്പനി ഫിറ്റ് ചെയ്യുന്ന OE ഫോഗ് ലാമ്പാണ്. അതിന് വയർ കട്ടിങ് ഒന്നും വരുന്നില്ല. LED ടൈപ്പും ഫോഗ് ലാമ്പ് വരുന്നുണ്ട് പ്രസയ്ക്ക്. ഇത് സാധാ ഹലജൻ ബൾബ്. അപ്പോൾ സ്റ്റീറിങ്ങിൻ്റെ ഫിറ്റിങ്സ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. സ്പീക്കറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണം. അത് കഴിയുമ്പോൾ ഞാൻ കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം. സ്പീക്കർ ഫിറ്റിങ്സ് ഇത് റൈറ്റ് സൈഡിലെ ഡോറിൽ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു. കണ്ട JBLൻ്റെ സ്പീക്കർ നമ്മൾ സ്പേസർ ഇട്ടിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. റെയിൻ ഗാർഡ് സ്പേസർ ഇട്ടിട്ടാണ് ഫിറ്റ് ചെയ്തേക്കണേ. ഈ വയർ വന്ന് നിൽക്കുന്നത് ട്യൂട്ടറിലേക്കുള്ള കണക്ഷൻ, നെറ്റ്വർക്കിൽ നിന്ന് ട്യൂട്ടറിലേക്കുള്ള കണക്ഷനാണ് വന്ന് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റീറിങ് വരുന്നത്. സ്റ്റീറിങ് ഞാൻ പറഞ്ഞിരുന്നു, ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ സ്റ്റീറിങ്ങിന് വെച്ചപ്പോൾ തന്നെ നല്ല ഷോ ആയി. മറ്റേന്ന് പറഞ്ഞ് വെറുതെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളൊരു സ്റ്റീറിങ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വർക്ക് കാണാം. നമ്മൾ ആംറസ്റ്റ് പറഞ്ഞിരുന്നു, OE ആംറസ്റ്റ് ആണ് കേട്ടോ, കമ്പനി വരുന്ന OE ആംറസ്റ്റ്. അതും മാരുതിയുടെ ഒറിജിനൽ വരുന്ന ഐറ്റം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ സ്റ്റീറിങ് മാറ്റിയത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കാണിക്കണമെന്ന് മാത്രം. പഴയ സ്റ്റീറിങ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, നല്ല ഒന്നുകൂടി കാണിക്കുന്നു. ഇത് മറ്റേ കൺസോൾ സ്റ്റീരിയോ വരുന്ന ഭാഗത്തെ കൺസോൾ നമ്മൾ പുതിയ പാനൽ വെച്ചിട്ട് സ്റ്റീരിയോ ഫിറ്റ് ചെയ്തു. ഇതാണ് OE ആംറസ്റ്റ് വരുന്നത്, കമ്പനി വരുന്ന ഒറിജിനൽ ആംറസ്റ്റ്. ഈ വണ്ടിക്ക് വരുന്ന ഒറിജിനൽ ആംറസ്റ്റാണിത്. ഒരു ചെറിയൊരു കൺസോളും കാര്യങ്ങളും വരുന്നുണ്ട്. അത് കറക്റ്റ് ഫിറ്റിങ്സ് ആണ് കേട്ടോ. അതിൻ്റെ പഴയത് അതിൽ ആംറസ്റ്റ് ഇല്ല. അപ്പോൾ ആ ഭാഗത്തെ കൺസോൾ എടുത്ത് മാറ്റിയിട്ട് ഇതതിൽ കറക്റ്റ് ഫിറ്റ് ചെയ്യുന്നു. ഇതിൽ AC വെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ AC വർക്കിംഗ് ഉണ്ടാവില്ല. AC-യുടെ വർക്കിംഗ് ഉണ്ടാവും, കറക്റ്റ് അതിൽ കിട്ടും. പക്ഷേ നമുക്ക് മൊബൈൽ ചാർജറിൻ്റെ കണക്ഷൻ ഉണ്ടാവില്ല, ഡമ്മി ആയിരിക്കും. എന്നുവെച്ചാൽ അതിലേക്ക് ഓൾറെഡി വയറിങ് വന്നിട്ടില്ല. വയറിങ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കണക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ AC-യുടെ വെന്റ് വന്നിട്ട് AC-യുടെ വെന്റ് ഉണ്ടെങ്കിൽ അവിടേക്ക് കണക്ഷൻ ഉണ്ടായിരിക്കും, അത് കിട്ടും. അല്ലാത്ത ബേസ് മോഡലിൽ അതിലേക്ക് AC-യുടെ കണക്ഷൻ വന്നിട്ടില്ലെങ്കിൽ നമുക്കവിടെ AC വെന്റ് വെച്ചാലും AC വെന്റ് ഇതിൻ്റെ കൂടി ഉണ്ടായിരിക്കും, പക്ഷേ അതിൽ വർക്കിംഗ് ആയിരിക്കില്ല. അപ്പോൾ ഇതേ റൂഫ് റെയിൽ നമ്മൾ ഫിറ്റിംഗ് കഴിഞ്ഞു. ഫിറ്റ് ചെയ്യാൻ പോകണം. റൂഫ് റെയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, റൂഫ് റെയിൽ ഉണ്ടെന്നുള്ളത്. റൂഫ് റെയിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ഫോഗ് ലാമ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു ഫോഗ് ലാമ്പ് ക്രോം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആണ് ആ ക്രോം നല്ല സ്റ്റൈലായിട്ടുള്ള ക്രോമാണ്. അതേപോലെ റെയിൻ ഗാർഡ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കണത് ക്രോം ലൈനിങ് ഉള്ളൊരു റെയിൻ ഗാർഡ്. അതേപോലെ തന്നെ റൂഫ് റെയിലിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരുവിധം ഫുള്ള് ഫിറ്റിങ്സ് കഴിഞ്ഞു. അതുപോലെ വിൻഡോ ഗാർണിഷ് ലോവർ നമ്മൾ ഫിറ്റ് ചെയ്തു. ഇതൊക്കെ ശരിക്കും വണ്ടിക്ക് ഷോ വരുന്ന റേറ്റാണ് കേട്ടോ. അപ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയായി. എന്നുവെച്ചാൽ നിസ്സാര കാശുകൊണ്ട് നമുക്കൊരു ബേസ് മോഡൽ വണ്ടി നമ്മൾ ഫുൾ ഓപ്ഷൻ ആക്കി. അത് മാത്രമല്ല നമുക്കറിയാം കമ്പനി സ്റ്റീരിയോ എന്ന് പറഞ്ഞാൽ 7 ഇഞ്ചിൻ്റെ ഒന്നിനും കൊള്ളാത്തൊരു സ്റ്റീരിയോ ആണ് കമ്പനി സ്റ്റീരിയോ വരുന്നത്. ഇതിപ്പോൾ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നല്ല വൈഡായിട്ട് നമുക്കെല്ലാം കാണാനും പറ്റും. എല്ലാം നല്ല എന്താ പറയുക, റിവേഴ്സൊക്കെ ഇട്ട് നല്ല ക്ലിയർ ആണ്. പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ നമുക്ക് പുതിയ സ്റ്റിയറിംഗ് വെച്ചപ്പോൾ അതിലേക്ക് നമുക്ക് കൺട്രോളൊക്കെ അതിലേക്ക് പെയർ ചെയ്യാം. എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഗൂഗിൾ മാപ്പ്, അതേപോലെ യൂട്യൂബ്, അതുപോലെ തന്നെ എല്ലാ ഇതും നമ്മുടെ ഒരു ആൻഡ്രോയിഡ് ഒരു ഫോണിൽ എന്തൊക്കെ ചെയ്യാം അതൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാം. നമ്മുടെ ഫോണിൽ നിന്ന് ഡാറ്റ കൊടുക്കണമെന്ന് മാത്രം. ഇപ്പം നമ്മുടെ ഇതേ ക്യാമറ സെറ്റ് ചെയ്തു, ഇതൊക്കെ റിവേഴ്സ് ഇട്ടിരിക്കുകയാണ്. അവൻ്റെ എല്ലാ ഗൈഡ് ലൈൻ കൊടുക്കാൻ വേണ്ടി ഞാനൊന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ വൈഡായിട്ട് കാണാവുന്ന ക്യാമറയാണ്. കമ്പനി വരുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ അത്ര വൈഡായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്കറിയാം എൻ്റെ ബാക്കിൽ എടുക്കുന്ന ബിൽഡിങ്ങുകൾ മൊത്തം അതിൻ്റെ വീതി അതിൻ്റെ അത്രയും സൈസിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ
നമ്മുടെ ക്യാമറയുടെ പ്രത്യേകത. കമ്പനി വെക്കുന്ന ക്യാമറയല്ല. കമ്പനി വെക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ വളരെ വൈഡായിട്ട് കാണാൻ പറ്റാത്തൊരു ക്യാമറയാണ് കമ്പനിയുടെ വരുന്നത്. കമ്പനിയെ ചെറിയൊരു സെറ്റിലേക്കാണ് വരുന്നത്. ഇത് 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. അതേപോലെ തന്നെ വൈഡായിട്ട് നമുക്കത് കാണാനും പറ്റും. അപ്പോൾ ആംറസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ആംറസ്റ്റ് നമ്മൾ പറഞ്ഞ കമ്പനി വരുന്ന ഒറിജിനൽ ആംറസ്റ്റ് നമ്മളതിലേക്ക് ആഡ് ചെയ്തു. അതും കറക്റ്റ് ഫിറ്റിംഗ് തന്നെ. അതേപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഫിറ്റിങ്സ് നമുക്ക് അതിൽ കഴിഞ്ഞു. അതേപോലെ വിൻഡോ ഗാർണിഷ് ലോവർ, അതേപോലെ തന്നെ ബാക്കിൽ നമ്മൾ ഹെഡ് റെസ്റ്റ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ബേസ് മോഡൽ വണ്ടിയായിരുന്നു. ബേസ് മോഡൽ വണ്ടിക്ക് ബാക്കിൽ ഹെഡ് റെസ്റ്റ് വരുന്നില്ല. ബാക്കിലേക്ക് നമ്മൾ ഹെഡ് റെസ്റ്റ് നമ്മൾ ആഡ് ചെയ്തു. അതുമൊരു കവർ അടക്കിട്ടിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റ് നമ്മൾ ചെയ്താണ്. കമ്പനി സീറ്റ് നമ്മൾ സീറ്റ് കവർ ചെയ്തിട്ടില്ല. അതേപോലെ ബാക്കിൽ പാർസൽ ട്രേ, ഈ പാർസൽ ട്രേ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. കമ്പനിയുടെ ഈ ഓപ്ഷനിൽ ഈ വണ്ടിയിൽ അല്ലെങ്കിൽ ഈ ബേസ് മോഡലിൽ പാർസൽ ട്രേ ഇല്ല. അത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇത്രയും വർക്കുകൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം സ്റ്റിയറിങ് നമ്മൾ മാറി 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചു. അതേപോലെ തന്നെ നമ്മളിത് ക്യാമറ വെച്ചാണ് ബമ്പറിൽ ഹോൾ ചെയ്തിട്ടാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. വൈഡായിട്ട് കാണാൻ നല്ല ക്യാമറ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ആംറസ്റ്റ് വെച്ചു. പിന്നെ റൂഫ് റെയിൽ, വിൻഡോ ഗാർണിഷ് ലോവർ, റെയിൻ ഗാർഡ്, ഒരുവിധം കുറേ ഐറ്റംസ് നമ്മൾ ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേസ് മോഡൽ വണ്ടി എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ വർക്ക് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഇത്രയും റേറ്റ് വരില്ല. അതേപോലെ പിന്നെ ചെയ്തിട്ടുള്ളതാണ് നമ്മളൊരു 5D മാറ്റ് നമ്മൾ അതിലിട്ടുണ്ട്. ക്യൂപ്രോ എന്ന് പറഞ്ഞ കമ്പനിയുടെ 5D മാറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റ് അങ്ങോട്ട് നീങ്ങില്ല. ട്രേ പോലെ കിടക്കുന്ന മാറ്റാണ്. നമുക്ക് എന്തെങ്കിലും എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പൊടിയെടുത്ത് കളയും ചെയ്യാം. ബാക്കിലേക്കാണെങ്കിൽ ഒറ്റ പീസ വരാം. അപ്പോൾ എന്ത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചവിട്ടി ഇത് ഫ്രണ്ടിൽ സീറ്റിൻ്റെ അടിയിലേക്ക് പോവില്ല. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്കുകൾ കഴിഞ്ഞു. ഇത് മാറ്റ് ഞാൻ ഒന്നുകൂടി കാണിക്കണമെന്ന് മാത്രം. 5D മാറ്റ് എന്നാണ് ഇതിനെ പറയുക. ശരിക്കും ഇതിൻ്റെ തന്നെ പിന്നെ 3D മാറ്റും 4D മാറ്റൊക്കെ വരുന്നുണ്ട്. ഇതാകുമ്പോൾ കുറച്ചുകൂടിയും ഹെവി ആയിട്ടുള്ളത്, എന്ന് വെച്ചാൽ ഇത്തിരി കട്ടിയുള്ള ഒരു ഐറ്റാണ്. അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല. പിന്നെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് ഞാൻ കാണിച്ചു. ഇതാണ് ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച്. കണ്ട പ്രസ് ചെയ്തപ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തി അവിടെ കണ്ട. ഇനിയിപ്പോൾ പാർക്ക് ഇടുമ്പോൾ വെള്ള ലൈറ്റ് കത്തും. കണ്ട വെള്ള ലൈറ്റ് കത്തി. പിന്നെ നമ്മൾ ഫോഗ് ഓൺ ചെയ്യുമ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തും. ഇപ്പോൾ പാർക്ക് ഓഫ് ചെയ്ത ലൈറ്റ് കിട്ടും. അപ്പോൾ പിന്നെ പാർക്കിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. അതിനുശേഷം നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ പാർക്ക് ഓൺ ആക്കുമ്പോൾ വെള്ള ലൈറ്റ് കത്തും. അതിനുശേഷം പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഫോഗ് ലാമ്പ് കത്തുള്ളൂ. പാർക്ക് ഓൺ ആക്കിയപ്പോൾ അതിൽ വൈറ്റ് കത്തി കണ്ട. പാർക്ക് ഓഫ് ആക്കിയപ്പോൾ കിടന്നുണ്ട്. അതിനുശേഷം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഗ്രീൻ ലൈറ്റ് കത്തി മുകളിൽ. അപ്പോഴാണ് ഫോഗ് ലാമ്പ് കത്താൻ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്കറിയാം. നമ്മൾ ഈ ബ്രസേറെ വീഡിയോ തന്നെ കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ ഇട്ടെന്ന് മാത്രം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.